ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും HSC മാത്സിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. ഈ ഒരു ഡിസംബറിൽ വരും, അല്ലെങ്കിൽ ആ ഒരു ഏപ്രിൽ മുന്നേ എന്തായാലും വരും എന്നുള്ള ഒരു രീതിയിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. ഏതായാലും ഈ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഐ തിങ്ക് തിരുവനന്തപുരത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത്. അത് ജൂൺ ഒരു 27 ആ ഒരു ടൈമിൽ 20 കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ഡിസംബർ ആകുമ്പോഴത്തേനും ഏകദേശം 1.5 വർഷത്തോളം ആകും ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. അപ്പം നമ്മളറിയാം PSCയുടെ തീരുമാനം എന്താണ്, ഒരു ലിസ്റ്റ് വന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ സാധാരണ നോർമലി അവരെന്താണ് വിടാറുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസംബർ ലാസ്റ്റോടുകൂടി നമുക്ക് HSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചാൽ എന്ത് ചെയ്യാം, നമുക്കങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു ഡിസംബർ വരെ ഒക്ടോബറും കൂടെ ആഡ് ചെയ്താണ് ഒരു 3 മാസം. പിന്നെ PSC ജനറലി എന്താണ് ഒരു 6 മാസം നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 മാസത്തിനുള്ളിൽ എക്സാം നടത്തും. 6 മാസം അല്ലെങ്കിൽ 7 മാസം ആ ഒരു ടൈമിൽ എക്സാം നടത്തുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ 9 മന്ത്സ് മാത്രമാണ് ഇനിയുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ നന്നായി പഠിച്ചു തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. കാരണം നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, പാർട്ട് A എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റിനൈസൻസ്, ഫ്രീഡം മൂവ്മെൻറ്റ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ BEdനൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ്. അതിനകത്ത് ചെറിയ സൈക്കോളജിയുടെ പോർഷൻസ്, NCF, KCV, എഡ്യൂക്കേഷൻ പോളിസി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കയറി വരുന്നുണ്ട്. പാർട്ട് A 20 മാർക്കിൻ്റെ ഉള്ളെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പാർട്ട് A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇംഗ്ലീഷിലുണ്ടാകത്തുള്ളൂ. പാർട്ട് B എന്ന് പറയുന്ന 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, മലയാളത്തിലായിരിക്കും ചോദിക്കുക. അപ്പം നമ്മൾ എന്താണ് +1, +2, ഹൈസ്കൂൾ എല്ലാം ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കുന്ന എല്ലാ ടേംസും ഡിഗ്രി ഉൾപ്പെടെ എല്ലാ ടേംസും എന്താണ് നമുക്ക് മലയാളത്തിലാക്കി പഠിക്കണം. അപ്പോൾ പെട്ടെന്ന് ഒരു മലയാളം വാക്ക് കണ്ടാൽ നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ടേംസും നന്നായിട്ട് തന്നെ പഠിച്ച് നമ്മുടെ ഓർമ്മയിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കറിയാവുന്നതാണേലും മലയാളം മനസ്സിലായെങ്കിൽ മാത്രമല്ലേ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ഓരോന്നും മുൻകൂട്ടി പഠിച്ചു വെക്കേണ്ട സമയം മാത്രമേ ഇനിയുള്ളൂ. ഏകദേശം 9 മാസം നമുക്കങ്ങനെ കൂടാം, അല്ലെങ്കിൽ 9 ഒരു 10 മാസം അത്രയും മാത്രമാണ് ടൈം നമുക്ക് കിട്ടുന്നത്. നമുക്ക് പിന്നെ പാർട്ട് Bയിലേക്ക് വന്നാൽ അതിനകത്ത് മാത്സും ഉണ്ട്, സ്റ്റാറ്റിയും ഉണ്ട്. സോ മാത്സ് എന്ന് പറയുന്നത് 8 മൊഡ്യൂളാണ് പാർട്ട് Bക്കകത്ത് വരുന്നത്. അതിനകത്ത് ആദ്യത്തെ 5 മൊഡ്യൂൾ മാത്സും ലാസ്റ്റത്തെ 3 മൊഡ്യൂൾ എന്താണ് സ്റ്റാറ്റിയാണ് വരുന്നത്. സോ സ്റ്റാറ്റിയൊക്കെ നമ്മൾ എന്താണ് ഡിഗ്രിയൊക്കെ ഡിഗ്രി സ്റ്റാറ്റിയൊക്കെ ചെയ്തവർ അങ്ങനെയുള്ളവർക്ക് എന്താണ് എളുപ്പമായിരിക്കും. പക്ഷേ അവർക്ക് മാത്സ് ഇച്ചിരി ടഫായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ മാത്സുകാർക്ക് ഈ സ്റ്റാറ്റി ചിലപ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും അത്യാവശ്യം നല്ലപോലെ ടൈം എടുത്ത് ഓരോന്നും മനസ്സിലാക്കി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് മുതൽ തന്നെ മാത്സിൻ്റെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. മാത്സ് മീൻസ് ഫസ്റ്റ് മൊഡ്യൂള് സെറ്റ് തിയറിയാണ്, നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ സെറ്റ് തിയറിക്കകത്ത് വരുന്നത് എന്താണ്, നമ്മൾ ആ ഒരു +1, +2 ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത ബേസിക് ആയിട്ടുള്ള സെറ്റ് തിയറിയാണ് വരുന്നത്. അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, അങ്ങനത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് മൊഡ്യൂൾ 1 നോക്കുകയാണെങ്കിൽ ഇതാണ് സിലബസ്. ഓക്കെ, പിന്നെ അതിനകത്ത് കയറി വരുന്നത് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് വരുന്നുണ്ട്, ജോമെട്രി, അതുപോലെ തന്നെ സോളിഡ്സ്, ഓക്കെ, ക്യൂബ്, സ്ക്വയർ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് കയറി വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ നന്നായി പഠിച്ചു തുടങ്ങാം. സോ ഫസ്റ്റ് മൊഡ്യൂള് സെറ്റ് തിയറിയുടെ ക്ലാസ്സസ് നമുക്ക് അടുത്ത വീഡിയോ മുതൽ നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ.